നമസ്കാരം. ന്യൂസ് 3യിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അവളുടെ ഇടം എവിടെ എന്ന ന്യൂസ് 3 പരമ്പര നമ്മൾ തുടരുകയാണ്. വിവാഹശേഷം പെൺകുട്ടികൾക്ക് സ്വന്തം വീട് അന്യമാകുന്നത് എന്ത് എന്ന വലിയ ചോദ്യമാണ് നമ്മൾ ഉയർത്തുന്നത്. മലപ്പുറത്ത് ഭർത്താവിന്റെ മാനസിക പീഡനം മൂലം ജീവനൊടുക്കിയ 25 വയസ്സ് മാത്രം പ്രായമുള്ള വിഷ്ണുജയെ ആരും മറന്നിട്ടുണ്ടാകില്ല. വിഷ്ണുജയുടെ അച്ഛൻ MP വാസുദേവൻ ഇന്ന് നമുക്കൊപ്പം ചേരുകയാണ്. സാമൂഹ്യ നിരീക്ഷകയായ ദിവ്യ ദിവാകരനെയും സ്വാഗതം ചെയ്യുന്നു ന്യൂസ് 3യിലേക്ക്. ഒപ്പം പ്രേക്ഷകർക്കും അനുഭവങ്ങൾ പങ്കുവയ്ക്കാം. അവളുടെ ഇടം എവിടെ? നമ്മൾ ആദ്യം പോകുന്നത് വിഷ്ണുജയുടെ അച്ഛൻ വാസുദേവനിലേക്കാണ്. അച്ഛൻ, ഇത്രത്തോളം വിഷ്ണുജ ദുരിതം അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വിഷ്ണുജയുടെ മരണശേഷമാണ് അറിഞ്ഞത് എന്ന് മനസ്സിലാക്കുന്നു. മോൾ ഒരിക്കലും അതേക്കുറിച്ച് പറഞ്ഞിട്ടില്ല. നമ്മൾ ഈ ഒരു ക്യാമ്പയിൻ, ഈ ഒരു പരമ്പര സംഘടിപ്പിക്കുന്നത് തന്നെ ഇനിയൊരു വിഷ്ണുജിയോ വിസ്മയോ ഒന്നും ഉണ്ടാകരുത് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ്, എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. പക്ഷെ ഇപ്പോഴും ഭർത്തൃവീട്ടിൽ യുവതി ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്തകൾ നമ്മളെ തേടി എത്തിക്കൊണ്ടേയിരിക്കുന്നു. എന്താണ് വിഷ്ണുജയുടെ കാര്യത്തിൽ സംഭവിച്ചത്? അച്ഛന് കേൾക്കാമോ? എന്താണ് വിഷ്ണുജയുടെ കാര്യത്തിൽ സംഭവിച്ചത്? ഹലോ, കേൾക്കാം. ഞാൻ അച്ഛനോട് ചോദിക്കായിരുന്നു, എന്താണ് വിഷ്ണുജയ്ക്ക് എന്താണ് പറ്റിയത്? വിഷ്ണുജ ഒന്നും പറഞ്ഞിരുന്നില്ലേ? വീട്ടിൽ ഇത്രത്തോളം ദുരിതം അനുഭവിക്കുന്നുണ്ട് എന്ന കാര്യം വിഷ്ണുജ പറഞ്ഞിരുന്നില്ലേ ആരോടും? ഇല്ല, വീട്ടില് ഒന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. അവളെ അടുത്ത കൂട്ടുകാരികളോട് മാത്രമേ ഇങ്ങനെയുള്ള എല്ലാ കാര്യവും പറഞ്ഞിട്ടില്ല. എന്നാൽ കുറച്ചൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അവളെ കൂട്ടുകാരികളോട് മാത്രം. പിന്നെ കല്യാണം, ഈ HDC എന്ന കോഴ്സ് കഴിയുന്നതിൻ്റെ മുന്നേ തന്നെ കല്യാണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒക്കെ അവൾ ഹോസ്റ്റലിലായിരുന്നു. ഈ ഹോസ്റ്റലിലുള്ള കുട്ടികൾ ആണ് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരുന്നത്. അതായത് ഇവൻ ഫോണിൽ സംസാരിക്കുമ്പോൾ ആ സംസാരങ്ങൾ കുറേശ്ശെ അവരും കേട്ടിരുന്നു. അപ്പോൾ അവർക്കാണ് കുറേശ്ശെ കാര്യങ്ങൾ അറിഞ്ഞിരുന്നത്. പിന്നെ എന്നെങ്കിലും ഒരു ദിവസം വീട്ടിൽ വരലുള്ളൂ. അധികം അവൾ എളങ്കൂറിലെ വീട്ടിലാവും പോവുക. പിന്നെ ഈ 1-2 പരീക്ഷേൻ്റെ ഇത് കഴിഞ്ഞതിന് ശേഷം, കോഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ അവൾ കോച്ചിങ്ങിനും അവിടെ ഹോസ്റ്റലിലായിരുന്നു. അപ്പോൾ നമുക്ക് കാര്യങ്ങളൊന്നും അറിയാൻ പറ്റിയില്ല. അവൾ കാര്യങ്ങൾ എന്തുണ്ടെങ്കിൽ പറയുകയില്ല. അങ്ങനെ HDCക്ക് ചേർന്നത് തന്നെ അവളെ നിർബന്ധിച്ചിട്ടാണ് അവൾ ചേർന്നത്. ഡിഗ്രി കഴിഞ്ഞിട്ട് അവൾ PSC കോച്ചിങ്ങിന് പോകാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു HDCക്ക് ചേരാന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു അതിനൊക്കെ കുറേ പൈസ ആവും, അത് അച്ഛനെ കൊണ്ട് കഴിയില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞ് പിന്നെ ഏതായാലും HDCക്ക് ചേർന്നതിന് ശേഷം അവൾ ഹോസ്റ്റലിൽ തന്നെയായിരുന്നു. ഹോസ്റ്റലിൽ ഏകദേശം കഴിയാൻ നേരത്താണ് ആലോചന വന്നത്. കഴിയാൻ നേരത്ത് വെച്ചാൽ ഇനി 2-3 മാസം ഉണ്ടായിരുന്നു. അപ്പോൾ ആലോചന വന്നപ്പോൾ തന്നെ അവർ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞു ഇത് ഈ കോഴ്സ് കഴിഞ്ഞോട്ട് എന്നിട്ട് മതി കല്യാണം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അല്ല ഞങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യും, ജോലി വാങ്ങിക്കൊടുക്കുകയും ചെയ്യും. അത് പറഞ്ഞിട്ടാണ് കല്യാണം ഉണ്ടായത്. അപ്പോൾ അത് കല്യാണം കഴിഞ്ഞതിന് ശേഷം അവൾ ഹോസ്റ്റലിൽ തന്നെയായിരുന്നു. അതാണ് പിന്നെ വീട്ടിലേക്കൊന്നും അങ്ങനെ വരില്ല. അതാണ് കാരണം. നമുക്കൊരു മെന്റൽ സപ്പോർട്ട് കൊടുക്കാൻ പറ്റിയില്ലല്ലേ കുഞ്ഞിന്? ഇത്രയും വിഷമമുണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരുന്നില്ല അല്ലേ അച്ഛാ? അതെ, ഒരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റിയില്ല.
ആ കാര്യം തന്നെയാണ്. ഇത് എത്രത്തോളം ഉള്ളത് നമ്മളറിയില്ല, അതാണ് കാരണം. പിന്നെ വീട്ടിലെ വിഷമങ്ങളൊക്കെ അവൾക്ക് ശരിക്കും അറിയായിരുന്നു. പിന്നെ മറ്റുള്ള 2 പെൺമക്കളെയും കല്യാണം കഴിച്ചു കൊടുത്ത് കാര്യങ്ങളൊക്കെ അവൾക്ക് അറിയാം. അതുകൊണ്ട് അവൾ പറഞ്ഞു, എനിക്ക് ലോൺ എടുത്തിട്ട് കല്യാണം തന്നെ വേണ്ട എന്ന് പറഞ്ഞു. ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചിരുന്നു എന്നുള്ളത് കുട്ടിയുടെ വിഷ്ണുജിയുടെ ഫോണിലടക്കം അതിനുള്ള തെളിവൊക്കെ ഉണ്ടായിരുന്നെന്നും ഭർത്താവ് അത് നശിപ്പിച്ചെന്നും ഒക്കെയുള്ള വാർത്ത പിന്നീട് വന്നല്ലോ. എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് പറയാൻ ശ്രമിച്ചിരുന്നോ വിഷ്ണുജ? അതെ, ഇല്ലല്ല, അവള് പറയാൻ ശ്രമിച്ചിട്ടില്ല. അതായത് അവളെ കൂട്ടുകാരി ഒരു ദിവസം ബർത്ത്ഡേക്ക് ഞാൻ കഴിഞ്ഞ ലെവലൊക്കെ പറഞ്ഞിരുന്നു, അങ്ങനെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആയിട്ട് ചെന്നപ്പോഴാണ് ഈ മർദ്ദനത്തിന്റെ പാടുകൾ കണ്ടത്. അവര് ഇത് ഈ സംഭവമൊക്കെ കഴിഞ്ഞതിന്റെ ശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത് ഞങ്ങളൊക്കെ അറിയണത്, മർദ്ദനത്തിന്റെ കാര്യങ്ങളൊക്കെ. അതായത് നിരന്തരം ഉപദ്രവിച്ചിന്. ഇവൻ ഒരു ഇരട്ട മുഖമുള്ള ആളാണ്. പുറമേക്ക് വേറെ ഒരു മുഖം, ഉള്ളിൽ വേറൊരു മുഖമായിട്ട്, ഇങ്ങനെയുള്ള ഒരു പ്രത്യേക ടൈപ്പായിരുന്നു. അത് നമുക്ക് അറിയാൻ പറ്റിയില്ല. ഹോസ്പിറ്റലിലും കാര്യങ്ങളും ഒക്കെ വളരെ ഡീസൻ്റായി പെരുമാറണം. ഈ പെൺകുട്ടികളുടെ ഇടയിൽ ഒക്കെ ഈ പരസ്ത്രീ ബന്ധമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മോള് അതിനെപ്പറ്റി ചോദിക്കുമ്പോഴാണ് മർദ്ദനമുറക്കൊക്കെ ഉണ്ടായിരുന്നത്. അതായത് നിരന്തരം മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിച്ച്, അത് ആ ഒറ്റ കാരണം കൊണ്ടാണ് അവള് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത്.